ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പയർ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതാ ഞാൻ ആ ഒരു കറി വയ്ക്കാനായിട്ടുള്ള ഒരു ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പയർ നമ്മൾ തേങ്ങയൊക്കെ ചിരകിയിട്ട് തോരനായിട്ട് റെഡിയാക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തേങ്ങ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിന്നൊന്നും വരില്ല, ചിലരുടെ വീട്ടിലൊന്നും ഉണ്ടായിന്നൊന്നും വരില്ലല്ലോ. ആ സമയത്ത് നമുക്ക് തേങ്ങയേക്കാൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഐറ്റമാണ് ഞാൻ കാണിച്ചു തന്നത്. കോഴിമുട്ട ചേർത്തിട്ട് തോരൻ റെഡിയാക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മുമ്പ്. നമ്മുടെ ഈ ക്യാരറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ട് അതിലൊക്കെ ഈ ഒരു കോഴിമുട്ട ചേർത്തിട്ട് തോരൻ വെച്ച അടിപൊളി ടേസ്റ്റുമാണ്. തേങ്ങ ഇല്ലാത്തതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഇതൊക്കെ കഴിക്കാമല്ലോ. തേങ്ങ ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെയാണ് ഷുഗർ പേഷ്യൻസിനൊക്കെ പറയാറുള്ളത്. അപ്പോൾ നമുക്കതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു കോഴിമുട്ട വെച്ചിട്ടുള്ള തോരൻ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ടൗണിൽ പോയ സമയത്ത് കുറച്ച് പയർ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഉമ്മ പോയി. അപ്പോൾ ഒത്തിരി വയസ്സായവരും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജോലിയൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് കുറേ നേരം ഞാൻ നിന്നിട്ട് ചെയ്തിട്ട് പിന്നെ കാല് കഴിച്ചപ്പോൾ ഇരുന്നു. ഒരുപാടൊന്നും ഇല്ല, എങ്കിലും എനിക്ക് കാലിൽ ഒരു വേദന, ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നുറുക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇത് അങ്ങനെ ഒരുപാട് ചെറുതാക്കിയിട്ട് നുറുക്കണ്ട, ഒരുവിധം ഇത്തിരി വലിയ ഒരു പീസാക്കിയിട്ട് ഇതെല്ലാം ഒന്ന് നുറുക്കിയെടുക്കുക. അത് കഴുകിയിട്ട് ആണ് നുറുക്കുക. പക്ഷേ ഇത് വലുതായതുകൊണ്ട് കഴുകാൻ പ്രയാസമായിരുന്നു. അപ്പോൾ ഒന്ന് നുറുക്കിയ ശേഷം കഴുകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ പയർ ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ ഇതെല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒന്ന് കഴുകട്ടെ. കാറ്റുകാലമല്ലേ, അപ്പോൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഇതേപോലെ ബീൻസ് അങ്ങനത്തേലൊക്കെ ഇതുപോലെ മുട്ട ചേർത്തിട്ട് നമുക്ക് ഒരു നേരം തേങ്ങ ഇല്ലെങ്കിൽ കൂടി ഇങ്ങനെ തോരൻ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് തേങ്ങ ഉണ്ടെങ്കിലും കുട്ടികൾ ഇവിടെയുള്ള എൻ്റെ മക്കളൊക്കെ കോഴിമുട്ട ചേർത്താൻ തന്നെയാണ് പറയുക. 1 2 എണ്ണമൊക്കെ ചേർക്കണമൊക്കെ എത്ര നമ്മൾ കോഴിമുട്ട ചേർക്കണം അത്രയും നല്ലതാണ്. എന്ന് വെച്ചാൽ ഒരുപാടൊന്നും നമ്മൾ ഇടില്ലല്ലോ. തോരനനുസരിച്ച് 1 2 ഒക്കെ ചേർത്തി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത കമൻറ്റ്സ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മോണിറ്റൈസേഷൻ കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പയറൊക്കെ നമ്മളിതാ നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് നേരമൊന്നും വേണ്ട, വീഡിയോസിൽ ആകുമ്പോൾ അങ്ങനെ കാണിക്കണമെന്നേ ഉള്ളൂ. വേഗം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തോരൻ തന്നെയാണ് ഈ പയർ എന്ന് പറയുമ്പോൾ. നമ്മൾ രണ്ടാം കൂട്ടാനായിട്ട് മിക്ക രാവിലെയൊക്കെ ഈ ചോറ് കൊണ്ടുപോകണവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ചെയ്യണ രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഹസ്ബൻഡിനും അതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ ചോറാക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്ടമാകും കേട്ടോ, അങ്ങനെ ഒന്ന് കാണിച്ച് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ആ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തോരൻ തയ്യാറാക്കാൻ ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഈ ഒരു തോരൻ ആ മുട്ടയൊക്കെ ചേരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. എന്നതിന് ശേഷം നമ്മൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ വറ്റൽ മുളക് 2 3 എണ്ണം ഉണ്ടെങ്കിൽ പൊട്ടിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക. എന്നതിന് ശേഷം ഇതിൽ കുറച്ച് മുളക് പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. കരിയണതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു അരിഞ്ഞ് വെച്ച നമ്മുടെ പയർ
ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതെല്ലാം മുഴുവനായി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഒരു ടേസ്റ്റിനും മണത്തിനും അതുപോലെ തന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പയറിൽ വെള്ളമുണ്ട്, അപ്പോൾ പയറിൽ ഇനി വെള്ളം ഒഴിക്കരുത്. നന്നായി ആവി കയറുമ്പോൾ തന്നെ ഈ ഒരു പയർ വെന്ത് കിട്ടും. അപ്പം അതിനായിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പൊത്തി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് റീപ്ലൈ തരാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ഇനിയും കമൻസ് നിങ്ങൾ അറിയിക്കണം എന്ന് ഞാൻ പറയുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ ദാ നമ്മുടെ പയർ ഞാൻ മൂടി വെച്ച് കൊടുത്തപ്പോൾ ഒന്ന് ആവി കയറി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ തീ നല്ലോണം കൂട്ടി വയ്ക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് തുറന്ന് വെച്ച് ഒന്നും കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പയറൊക്കെ ദാ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കണ്ട, നമ്മൾ ആ കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പയറൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഒരു നടുഭാഗം ഇങ്ങനെ പ്ലെയിനായിട്ട് വെക്കുക. എന്നിട്ട് ആ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു തോരന് ഇത്രയും പയറിന് ഈ ഒരു കോഴിമുട്ട മതിയാകും. 2 എണ്ണം വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടെ. ഫോൺ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇനി ഫോണ് സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ആകണം. അപ്പോൾ ഇതൊന്നും വല്ല കാശും കിട്ടുകയാണെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം എന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് എല്ലാത്തിനും സപ്പോർട്ട് ആയിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ എല്ലാം ശരിക്കും ഞാൻ എൻ്റെ വീടും എങ്ങനത്തെ വീഡിയോസാണ് ഇടേണ്ടതെന്ന് നിങ്ങൾ കമൻസ് അറിയിച്ചാൽ മതി. അതുപോലത്തെയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ദാ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പയർ തോരൻ റെഡിയായി. അപ്പോൾ അതിൻ്റെ മേലെ ഒരു നല്ലൊരു മണം ഉണ്ടാവും ഈ ഒരു മല്ലിയില അങ്ങനെ മേലെ ചേർത്തുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ. ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ കൂടി ശ്രമിക്കണം കേട്ടോ.